ഇവിടുത്തെ ഗതാഗത മന്ത്രിയോടാണ്, ശ്രീ ഗണേഷ് കുമാർ സാറിനോടാണ് ദയവേത് ബസ്സുകളിൽ CCTV ക്യാമറ വെച്ച് തരണം ഞങ്ങളെ സേഫ്റ്റിക്ക്. ദയവേത് ബസ്സുകളിൽ നിങ്ങൾ ഒരു ബാരിക്കേഡ് ഒരു മറ വെച്ചതാ, ആണ് വേറെ പെണ്ണ് വേറെ. എൻ്റെ പൊന്ന് ഗണേഷ് കുമാർ സാറേ, ദയവ് ചെയ്ത് നിങ്ങൾ KSRTC ബസ്സിൽ ഒരു ക്യാമറ വെച്ച് കൊടുക്കൂ, CCTV ക്യാമറ. ഇനി അതുമല്ലെങ്കിൽ അതിനും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ഇരിക്കാനുള്ള ഒരു മറയെങ്കിലും ബാരിക്കേഡെങ്കിലും വെച്ചു കൊടുക്കൂ. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ബസ്സിനുള്ളിൽ വെച്ചുകൊണ്ടൊരു വീഡിയോ ദൃശ്യം പകർത്തുകയും പിന്നീട് മനംനൊന്ത് ഒരു സഹോദരൻ ആത്മഹത്യ ചെയ്തതിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സായി കൃഷ്ണ നടത്തിയ ഒരു പ്രസ്താവനയാണത്. സ്ത്രീകളെയും പുരുഷന്മാരെയും ബാരിക്കേഡ് വെച്ചുകൊണ്ട് മറയ്ക്കാൻ പറയുന്നത് സായി മുസ്ലിയാരല്ല, സായി കൃഷ്ണയാണ്. പറയുന്നവനൊരു മുസ്ലിമല്ല, ഒരു ഹിന്ദുവാണ്. നോക്കിയൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിയാരോ ഏതെങ്കിലും ഒരു മതപണ്ഡിതനോ ഇതുപോലൊരു പ്രസ്താവന നടത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ദേ വന്നു 6-ാം നൂറ്റാണ്ടുകാരൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നിരന്തരമായി കളിയാക്കുമായിരുന്നു. നേരെ മറിച്ച് പറഞ്ഞതൊരു മുസ്ലിം അല്ലാത്തതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. 6-ാം നൂറ്റാണ്ടിനെ പരിഹസിച്ചവർ, അതിനെ കളിയാക്കിയവർ, അവർ തന്നെ അവസാനം 6-ാം നൂറ്റാണ്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 2026 ഈ കാലഘട്ടത്തിലാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത് എങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇസ്ലാം അത് ലോകത്തോട് പഠിപ്പിച്ചു വെച്ചു. ആണും പെണ്ണും പരസ്പരം കൂടിക്കലരാൻ പാടില്ല എന്നും അവർക്കിടയിൽ ഒരു മറ വേണമെന്നും ഇസ്ലാം മനോഹരമായി പഠിപ്പിച്ചു. ഇതുപോലൊരു സംഭവങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം ഇത് ലോകത്തോട് പറഞ്ഞു വെച്ചത്. അവസാനം വിമർശിച്ചവരും കളിയാക്കിയവരും ഇസ്ലാമിനെ ശരിവെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.